RSSന്റെ പോലീസിന്റെ പണി ഞങ്ങളോട് കാണിക്കരുത്. ഞങ്ങൾ എല്ലാം പോണോ ആ ബോധ്യപ്പെടുത്താൻ ഏത് തിരക്കുന്നുണ്ടെങ്കിൽ അത് കൈവച്ചിരുന്നാലും ഇങ്ങോട്ട് വന്നൊരു സമരം തുടങ്ങുമ്പോഴത്തേക്ക് ജലവീതി അടിക്കുക. എന്തുകൊണ്ട് കൈവച്ചേക്കണം ഈ റോഡിൽ എടുക്കില്ല. നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവച്ചതോടെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെയും ഇടത് സർക്കാരിനെതിരെയും അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് മുന്നോട്ട് വരുന്നത്.
കേരളം NEP-ക്ക് കീഴടങ്ങരുത് എന്നുള്ള ആവശ്യം തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം മുതൽ ഈ വിഷയം ആളിക്കത്തുമ്പോൾ സഖാക്കന്മാർക്ക് പോലും എന്ത് പറയും, എങ്ങനെ പറയും എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം സ്വന്തം സഖാക്കന്മാരുടെ സംഘടനകളെ പലവരെയും അറിയിക്കാതെ പെട്ടെന്നൊരു തീരുമാനം തന്നെയാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. 3 വർഷമായി എതിർത്തിട്ടുള്ളൊരു വിഷയത്തെ പെട്ടെന്ന് ഒരു ദിവസം അംഗീകരിക്കുന്നു, ഒപ്പുവയ്ക്കുന്നു. അതും യാതൊരു തരത്തിലും ഘടക പാർട്ടികളോട് ഒരു ചർച്ച പോലും നടത്താതെ എന്നുള്ളത് തന്നെ വലിയ രീതിയിൽ സംശയങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇടവരുത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കും വീടുകളിലേക്കും ഒക്കെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വിവിധ സംഘടനകൾ എത്തുമ്പോൾ ഇന്ന് AIYF-ഉം അതുപോലെ തന്നെ AISF-ഉം പ്രതിഷേധവുമായിട്ട് എത്തുന്നു. പോലീസിനെ അടക്കം അതിശക്തമായിട്ടുള്ള ചീത്ത വിളിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടന്നത്. പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. അതേപോലെ തന്നെ പ്രവർത്തകരെ മാറ്റാനുള്ള ശ്രമത്തിനിടെ വാക്കേറ്റം ഉണ്ടാകുന്ന കാഴ്ചകളും ഉണ്ടായിരുന്നു. എന്തായാലും സംഭവത്തിലേക്ക് പോലീസിന്റെ പണി ഞങ്ങളോട് കാണിക്കുന്നത്. ഞങ്ങളല്ലേ പോലോ ആ ബോധ്യപ്പെടുത്താൻ ഏത് തിരക്കുന്നുണ്ടെങ്കിൽ അത് കൈവച്ചിരുന്നാലും ഇങ്ങോട്ട് വന്നൊരു സമരം തുടങ്ങുമ്പോഴത്തേക്ക് ജലവീരി അടിക്കുന്ന എന്തുകൊണ്ട് കൈവച്ചേക്കണം. നീ റോഡിൽ എടുക്കില്ല മര്യാദ അടിക്കുന്നത് മര്യാദ ഒരുപാട് സമരം നല്ല പോലീസുകാരെ കണ്ടിട്ടുണ്ട്. എപ്പോഴും കളിക്കുന്നത് ഇങ്ങോട്ട് വന്ന് മനഃപൂർവ്വ വിഷയം ഉണ്ടാകും. മനഃപൂർവ്വ വിഷയം ഉണ്ടാകും. ഇങ്ങോട്ട് സമരം വന്നു അതിനിടയിൽ ഇത്ര അടിക്കുന്നത് മര്യാദയാണ്. മര്യാദ RSS അതിൻ്റെ കൈവച്ചേക്കണം.
അല്ലാതെ സമരം മാന്യമായിട്ട് നിൽക്കുന്നവരൊക്കെ വെള്ളമെടുത്ത് പിടിച്ചു കളിക്കുന്നത് നല്ല പരിപാടിയാണ്. ഞാനാണെങ്കിൽ ഒരു മര്യാദയുണ്ട്. എങ്ങനെയാണ് കളിക്കുന്നത്? വലിയ വലിയ യുദ്ധങ്ങളാക്കില്ല ഞങ്ങളിവിടെ ചിലപ്പോൾ അടിക്കാൻ നല്ല സമരം നമുക്കറിയാം. മനഃപൂർവ്വ വിഷയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആർക്കാണ് അത് വെറുതെ കേട്ടോ. കേരളം ഒരു ബദലായി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്ത് തന്നെ കേരളത്തിന്റെ വിദ്യാഭ്യാസം ഒരു കേരള മോഡലായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് PM-ശ്രീ എന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വർഗീയ അജണ്ട ഉണർത്തുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു പച്ചക്കൊടി കൊടുത്തിരിക്കുന്നത്. ഈ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുവഴി ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന NEP-യെ ഞങ്ങൾ എല്ലാ കാലവും ശക്തമായി എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ AISF-ഉം AIYF-ഉം.
ഇത് തീർച്ചയായും കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല. ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് AISF-ഉം AIYF-ഉം. ഞങ്ങൾ ആദ്യം മുതലേ ഇവിടെ സൂചിപ്പിക്കുന്നത് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം PM ശ്രീ വഴി ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കുവാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇരുന്നു കൊണ്ട് ഈ കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ ഏകപക്ഷീയമായ രീതിയിലെ തീരുമാനങ്ങൾ എടുത്തു പോവുകയാണെങ്കിൽ വരും നാളുകളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ ഈ AISF-ഉം AIYF-ഉം എന്ന പ്രസ്ഥാനം ഈ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിടുന്ന തരത്തിലേക്കുള്ള ക്യാമ്പയിനുകളുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഈ പ്രതിഷേധ സമരത്തില് സ്വാഗതം രേഖപ്പെടുത്തുന്നതിനായി AISF-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് A അതിനെ ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ AISF-ന്റെ പ്രിയങ്കരനായ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ബിപിൻ എബ്രഹാം, ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിലെ യുവതയുടെ പൊരുതുന്ന സമരങ്ങളുടെ നായകൻ AIYF-ന്റെ കേരള സംസ്ഥാന ഘടകത്തിന്റെ സെക്രട്ടറി സഖാവ് TT ജിസ്മോൻ ഉൾപ്പെടെ AIYF-ന്റെയും AISF-ന്റെയും സമര സഖാക്കളെ, ഇവിടെ ബിപിൻ സാഹചര്യമൊക്കെ പറഞ്ഞു. ഞങ്ങൾ കൊടിയുടെ നിറം നോക്കി സമരം ചെയ്യുന്നവരല്ല. പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഈ രാജ്യത്തെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനവും പൊരുന്ന യുവജന സംഘടനയും ഒരു പ്രതിഷേധം സംഘടിച്ചപ്പോൾ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ ഒരു മാർച്ച് ഇങ്ങ് എത്തിക്കപ്പെടുത്തേക്ക് പോലീസിന്റെ ജലപീരങ്കി ഇങ്ങ് വന്ന് പതിച്ചു. എന്താ ഇതിന്റെ അർത്ഥം? ഇവിടെ മര്യാദയ്ക്കൊരു സമരം ചെയ്യാൻ വന്ന സംഘടനയെ പ്രകോപിപ്പിക്കുക. ഞങ്ങൾക്ക് സംശയമുണ്ട്, അതിലേതോ RSSകാരനാ ഇത് ഓപ്പറേറ്റ് ചെയ്തത്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയപക്ഷമായി കാണുന്നവരാ ഞങ്ങൾ. അതിലാർക്കും ഒരു തകർക്കവും വേണ്ട. അങ്ങനെ അങ്ങ് അടിച്ചമർത്താൻ RSSകാരുടെ തിട്ടൂരമനുസരിച്ച് ഇവിടെ ജലവീരങ്കി അടിച്ച ഏമാന്മാരുണ്ടല്ലോ, അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇത് ചരിത്രം പേറുന്ന പ്രസ്ഥാനമാ. ഞങ്ങൾ പറഞ്ഞു, PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല. ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും AIYF-നും AISF-നും. ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാ. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ണ. അവിടെ നിന്നും നരേന്ദ്രമോദിയുടെയും RSSന്റെയും വർഗീയ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഇറക്കി വിട്ടിരിക്കുന്ന പദ്ധതി എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം. അതിന്റെ ഭാഗമായ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാ. വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ ABVP ഒഴിച്ചുവാക്കിയ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു, PM ശ്രീ കേരളത്തിൽ പറ്റില്ല. അന്നേരം സഖാവ് ശിവൻകുട്ടി എന്താ പറഞ്ഞേ? ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം ഇത് നടപ്പിലാക്കില്ല. ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. നിലപാട് എന്താ മാറ്റാൻ പറ്റാത്തതാണോ? പക്ഷെ ചില നിലപാടുകൾ മാറ്റണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ തീരുമാനം വേണം. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പേറുന്നവരാ ഈ രാജ്യത്തെ ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് സഖാവ് ശിവൻകുട്ടി പറയുന്നത് കേട്ടു. എന്താ? കൃഷി വകുപ്പ് എന്തോ കേന്ദ്ര ഫണ്ട് മേടിച്ചു. പച്ചക്കറിയിലൂടെ വർഗീയത കയറ്റാൻ പറ്റില്ല. പച്ചക്കറിയിലൂടെ ഒരിക്കലും വർഗീയത കയറ്റാൻ കഴിയില്ല. എങ്ങനെ കയറ്റാൻ സാധിക്കൂ? സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം പേറാത്തവർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്തവർ ശ്രമിക്കുമ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല. AIYF-ഉം AISF-ഉം പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. PM ശ്രീയിൽ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പുറകോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് കേരളത്തിന്റെ തിരുവോതികൾ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്ന് ഒരു സംശയവുമില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് AISF-ന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ സഖാവ് ബിപിൻ എബ്രഹാമാണ്. ആ സഖാവിനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ കേരളത്തിൽ നിസ്സംശയം ഒരു യുവജന പ്രസ്ഥാനം ശബ്ദമുയർത്തി. ആ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടുകൂടി കേരളത്തിൽ നയിക്കുന്ന AIYF-ന്റെ ശക്തനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് TT ജിസ്മോനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. ആ സഖാവിനെ AIYF-ന്റെയും AISF-ന്റെയും സഖാക്കൾക്ക് വേണ്ടി ആവേശത്തോടു കൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AIYF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് S വിനോദ് കുമാർ, AISF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ അസ്ലം ഷാ, ആൻഡസ്, സഖാവ് ജോബിൻ ജേക്കബ്, AIYF-ന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് ആദർശ് ഉൾപ്പെടെയുള്ള AIYF-ന്റെയും AISF-ന്റെയും സമര സഖാക്കളെ മുഴുവൻ പേരെയും AIYF-ന്റെയും AISF-നും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനായി
AIYF കേരള സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് TT ജിസ്മോനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ള ഈ പ്രതിഷേധ യോഗത്തിന്റെ അധ്യക്ഷൻ AISF കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് സൗ ബിബിൻ എബ്രഹാം, അതുപോലെ തന്നെ ഈ പ്രതിഷേധ യോഗത്തിന് സ്വാഗതം ആശംസിച്ച AISF പ്രിയങ്കരനായ സംസ്ഥാന സെക്രട്ടറി സൗ A അദിൻ, അതുപോലെ തന്നെ AIVF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സൗ S വിനോദ് കുമാർ, AIYF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സൗ വിനീത വിൻസെന്റ്, AISF സംസ്ഥാന സഹഭാരവാഹികളായിട്ടുള്ള സൗ ജോബിൻ ജേക്കബ്, അസ്ലം ഷാ അടക്കമുള്ള പ്രിയങ്കരായ സഖാക്കൾ, സഹ ആദർശ് അടക്കമുള്ള പ്രിയങ്കരായ സഖാക്കളെ, പ്രിയമുള്ള മാധ്യമ പ്രവർത്തകർ, എന്തുകൊണ്ടാണ് AIVF AISF നേതൃത്വത്തിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനുണ്ടായ കാര്യങ്ങളെ കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും നിങ്ങളോട് ചെറുതായെങ്കിലും സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രതിഷേധ മാർച്ച് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് നടത്തുവാനായി ഞങ്ങൾ എന്തുകൊണ്ട് ഈ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയില്ല, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് ഞങ്ങൾ ഈ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചത്? കേരളത്തിലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ ഇന്ന് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരം പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം വളരെ വ്യക്തമാണെന്ന് കേരളവും രാജ്യവും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് NEP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഞങ്ങൾ ഈ മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നത്. ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് AIVF AISF നേതൃത്വത്തിൽ ഈ മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത് ഈ രാജ്യത്ത് വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണം എവിടെ നടന്നാലും അവിടെ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി AIVF AISF കൊടികൾ ഉണ്ടാകുമെന്ന കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കുവാനായി തീരുമാനിച്ചത്. എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്രയധികം വിവാദങ്ങളിലേക്ക് പോയത്? നമുക്കറിയാം, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും എല്ലാം ഉയർന്നു വരികയാണ്. 2020 നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിച്ച NEP എന്ന് പറയുന്ന ഏറ്റവും അപകടകരമായ വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന അപകടകരമായ NEP എന്ന് പറയുന്ന പദ്ധതിക്കെതിരായി രാജ്യവ്യാപകമായി ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളും ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവരെല്ലാം വളരെ ശക്തമായ പ്രക്ഷോഭങ്ങളുമായി രാജ്യത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും അടക്കമുള്ള സംസ്ഥാനങ്ങൾ NEP നടപ്പിലാക്കില്ല എന്ന് വളരെ സുവ്യക്തമായി തന്നെ പറയുന്ന സാഹചര്യമുണ്ടായി. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വളരെ ശക്തമായ നിലപാട് NEP-ക്കെതിരായി PM ശ്രീ പദ്ധതിക്കെതിരായി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ എന്താണ് ഈ കേരളത്തിൽ സംഭവിച്ചത്? കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് സംഭവിച്ചത് എന്ന് ഇന്ന് വലിയ ചർച്ചകളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ഗൗരവമായി ചർച്ച ചെയ്ത് മാറ്റിവെച്ചതാണ് PM ശ്രീ പദ്ധതിയും NEP-യും ഒന്നും കേരളത്തിൽ നടപ്പിലാക്കില്ല എന്നുള്ളത്. അങ്ങനെ നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടി NEP പദ്ധതിയുടെ ഒരു ഷോക്കേസാണ് ഈ PM ശ്രീ പദ്ധതി എന്ന് ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ വലിയ സമരങ്ങൾ ഈ രാജ്യത്ത് നടക്കുമ്പോൾ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ദേശീയ നേതൃത്വം ഉൾപ്പെടെ NEP-ക്കെതിരായി വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ AIYF-ഉം AISF-ഉം അതുപോലെ തന്നെ DYFI-യും SFI-യും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളെല്ലാം NEP-ക്കെതിരായി രാജ്യവ്യാപകമായിട്ടുള്ള വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇരുളിന്റെ മറവിൽ ഈ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ NEP-യുടെ ഷോക്കേസ് പദ്ധതിയായിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. ഞങ്ങൾ വളരെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ഈ പദ്ധതി ഉപേക്ഷിക്കുന്നത് വരെയും സമരവുമായി ഈ കേരളത്തിൽ മുന്നോട്ട് പോകുന്നതാണ്. വിദ്യാഭ്യാസ വകുപ്പിന് ഈ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വരും.